പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം ആധാരമാക്കി നമുക്ക് അല്പകാര്യം ചിന്തിക്കാം. ദൈവാത്മാവ് നടത്തുന്നവനേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 14. പ്രൈസ് ദ ലോർഡ്. നമ്മളുടെ ജീവിതത്തെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ, അതോ നമ്മുടെ കാർണൽ ഏർജസ് നമ്മളെ ഓരോ ദിക്കിലേക്ക് വഴി നടത്തിക്കൊണ്ട് പോവുകയാണോ? ഇന്ന് നമ്മുടെ ഫ്ലഷി ഡിസയേഴ്സ് ഉണ്ട്. അതുപോലെ വെൻ വി ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് നമ്മൾ ഫുൾഫില്ല് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമാണ്, അല്ലാണ്ട് നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടമല്ല. ഏതാണ് നമ്മളെ നടത്തുന്നതെന്നും ഇത് തമ്മിലുള്ള ഡിഫറൻസും ദൈവമക്കളെ നാം മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും പ്രാധാന്യം ദൈവത്തിൻ്റെ അപ്രോച്ച് നമ്മളെ ആര് ഡ്രൈവ് ചെയ്യണമെന്നാണ്? പരിശുദ്ധാത്മാവ് ഡ്രൈവ് ചെയ്യണമെന്നാണ്. പക്ഷേ ചിലപ്പോൾ നമ്മളായിരിക്കുന്ന സമൂഹം, നമ്മുടെ കുടുംബം, നമ്മുടെ ചില പ്രതീക്ഷകൾ തന്നെയുമല്ല, ഈ സോഷ്യൽ മീഡിയ എക്സേർട്ട് പ്രഷേഴ്സ് ഉണ്ടല്ലോ, അത് നമ്മളെ ചില സ്പെസിഫിക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നിർബന്ധിക്കും. അതുപോലെ നമ്മൾ ആരാൽ നടത്തപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മുടെ ഫ്രീ വില്ലിന് നാം വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മുടെ ആ ഹിതത്തിനുമായിട്ട് ചേർന്ന് പോകുവാൻ നാം അത് എക്സസൈസ് ചെയ്തേ പറ്റൂ. ഞാൻ പറയട്ടെ, നമ്മളെ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്താൽ നാം ഉയർച്ചയിലേക്കും നന്മയിലേക്കും പോകും. അതുകൊണ്ട് അത് നാം മനസ്സിലാക്കിയെടുത്ത് വിവേകപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ നമ്മെ നടത്തപ്പെടുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ള ചില റിയാലിറ്റീസ് നമുക്ക് തന്നെ ഹാർഷായിട്ട് തോന്നും. അങ്ങനെ വരുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം ആത്മാവിന് കീഴടങ്ങിയിരുന്ന് മാത്രമേ എല്ലാ തീരുമാനങ്ങളും എടുക്കാവുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നോക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നത് നമ്മെ ജീവിതത്തിൽ ചിലത് മനസ്സിലാക്കുവാനും പഠിച്ചെടുക്കുവാനുമായി സഹായിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, ജെനസിസ് 33 വേഴ്സ് 13. അതിന് അവൻ അവനോട്, കുട്ടികൾ നന്നാ ഇളയവരെന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെ ഉണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. അതായത് ജീവിതത്തിൽ സക്സസ് നേടണമെന്ന് ഉദ്ദേശിക്കുന്നവർ വളരെ കരുതലോടുകൂടി നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്, അല്ലെ എങ്ങനെ ഡ്രൈവ് ചെയ്യപ്പെടണമെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വികാരങ്ങളുടെ മേൽ ചില സ്ട്രെയിൻ വന്നെന്നിരിക്കും. നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ മാർക്ക് വന്നെന്നിരിക്കും. നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്ന് ഇല്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഇതിനൊക്കെ വ്യത്യാസം വന്നാലും ദൈവത്തോടുള്ള നമ്മുടെ ആ റിലേഷൻഷിപ്പ് അത് വളരെ സ്റ്റേൺ ആൻഡ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആവശ്യമാണ്. ഡ്രൈവിംഗ് ക്യാൻ ബി സ്ട്രെന്യുവസ്. പക്ഷേ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവാണ് നമ്മളെ ലീഡ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ ഈസിയുമായിരിക്കും, അത് സമാധാനപരവുമായിരിക്കും. അല്ലാതെ വേർഡ്ലി ഡിസയേഴ്സ് ആൻഡ് പ്രഷേഴ്സ് നമ്മെ ലീഡ് ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മുടെ ആത്മീയ ജീവിതം വളരെ ദുഷ്കരമായി തീരും. കാരണം ലോകത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും അത് രണ്ടും ശത്രുത്വമാണ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ ലീഡിങ്ങിന് കീഴടങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയുമില്ല. പ്രൈസ് ദ ലോർഡ്. നല്ല ഇടയനാകുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ട്
നല്ല ആടുകളാകുന്ന നമ്മൾ അവനെ അനുഗമിച്ചാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കാക്കി കർത്താവ് മാറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യേണ്ടതിന് വേണ്ടി, നാം ദൈവാത്മാവിനാൽ നടത്തപ്പെട്ടവരായി തീരേണ്ടതിന് വേണ്ടി നാം എപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ ആയിരിക്കുകയും ചെയ്യണം. നമ്മളെ ഡ്രിവൺ ആ ഫോഴ്സാണോ അതോ നമ്മെ ലെഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഫോഴ്സാണോ നല്ലത്? പ്രൈസ് ഗോഡ്. നമ്മെ ഡ്രൈവ് ചെയ്ത് ഡ്രിവൺ അവേ ചെയ്യും എന്തുവാ? ലോകത്തിൻ്റെ ഇച്ഛകൾ. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ ലീഡ് ചെയ്ത് കൊണ്ടുപോവുക. ഹല്ലേലൂയ. എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് നടത്തുക. ഹോളി സ്പിരിറ്റിൻ്റെ ഡയറക്ഷൻ നമ്മെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുക. അതുകൊണ്ട് എക്സോസ്റ്റിങ്ങും സ്ട്രെസ്ഫുള്ളുമാണ് ഈ വേർഡ്ലി പ്ലഷേഴ്സ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. എന്നാൽ യേശു കർത്താവ് നമ്മുടെ ലീഡറായിരിക്കുന്നിടത്തോളം കാലം അവൻ്റെ ആ ജെൻറ്റിൽനെസ് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത തരും. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നുഖമുണ്ടല്ലോ, അത് മൃദുവാണ്, അത് ലഘുവാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നന്മയുടെ അവകാശത്തെ പങ്കിട്ടെടുക്കുവാൻ തക്കവണ്ണം അനുവദിക്കുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷെങ്കിൽ നമ്മൾ ഒറ്റ ദിവസം തന്നെ പല കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അല്ലേ, ഞാൻ ഓർക്കും ചിലപ്പോൾ മൾട്ടി ടാസ്കിങ്ങിനാൽ നാം സ്ട്രെസ്ഡായി പോകാറുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദ കോൺസ്റ്റൻറ്റ് റേസ് എഗൻസ്റ്റ് ടൈം റിഫ്ലെക്ട്സ് എ ഡ്രിവൺ മെൻറ്റാലിറ്റി, എ സ്റ്റേറ്റ് ഓഫ് പെർപ്പച്വൽ മോഷൻ. അല്ലേ ദൈവമക്കളെ? ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, ഹല്ലേലൂയ, അർജൻസി അത് ജീവിതത്തിലുണ്ട്. നമുക്കെല്ലാം ഇപ്പോൾ തന്നെ ചിലതൊക്കെ അക്കംപ്ലിഷ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ തന്നെ ചില ടാസ്ക് ഉള്ളതങ്ങ് ഫുൾഫിൽ ചെയ്ത് തീർക്കണമെന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് കമ്മ്യൂണിയനിൽ നിന്ന് നാം മാറിപ്പോയാൽ, പ്രൈസ് ഗോഡ്, നമുക്ക് കാമായിട്ടിരിപ്പാൻ കഴിയത്തില്ല. കാമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നാം ഹല്ലേലൂയ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകം 33:13 വളരെ ബുദ്ധിപൂർവമാണ് യാക്കോബ് പറയുന്നത്. ഇവരെ എല്ലാം ഓടിച്ചുകൊണ്ട് പോയാൽ അവയൊക്കെ ചത്തുപോകുമെന്ന്. അതൊരു ശക്തിയേറെ ഇൻസൈറ്റാണ്. പ്രൈസ് ഗോഡ്. അത് നമുക്ക് വെളിവാക്കി തരുന്നൊരു കാര്യമുണ്ട്. നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ, ഓർ ഇഫ് യു ആർ ഡ്രിവൺ, നമുക്കുണ്ടാകുന്നതെല്ലാം ചില ഡിസ്ട്രക്റ്റീവ് കോൺസിക്വൻസസാണ്. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പം റിലേഷൻഷിപ്പിനകത്ത് നാശം വരും, മോശം വരും. ട്രാങ്ക്വിലിറ്റിക്കകത്ത് മോശം വരും. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയനും ഹല്ലേലൂയ നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങും നമ്മുടെ മിനിസ്ട്രി വരെയും അതുകൊണ്ടൊക്കെ അഫക്റ്റഡായിട്ട് തീരും. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മൾ വൈകാര്യമായി നാം നിറഞ്ഞു തുളുമ്പുമ്പോൾ, അല്ലെങ്കിൽ ഇമോഷണലി നാം ആങ്ഷ്യസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമ്പോൾ, ഞാൻ പറയട്ടെ, നമുക്ക് തന്നെ അറിയാം, ദർ ഈസ് ലാക്ക് ഓഫ് പീസ്, ദർ ഈസ് ലാക്ക് ഓഫ് ജോയ്. അല്ലേ? അങ്ങനെ വരുമ്പോൾ ഒന്ന് നിൽക്കണം, ഒന്ന് ഹോൾട്ട് ചെയ്യണം. എന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായവും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും നാം അന്വേഷിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അനേക കാര്യങ്ങൾ എംബ്രേസ് ചെയ്യുവാൻ തക്കവണ്ണം ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസിൽ നമുക്ക് സാധിക്കും. പ്രൈസ് ഗോഡ്. അതെല്ലാം ജീവിതത്തിൽ ചില ക്രൂഷ്യൽ സ്റ്റെപ്സ് എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകും. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ പ്രിയപ്പെട്ടവർ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നീ തരുന്ന ഗൈഡൻസിൽ കൂടെ ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ കാലുകൾ നിൻ്റെ കാൽച്ചുവടുകളിൽ തന്നെയായിരുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ മോറൽ കോമ്പസ് കർത്താവേ ഏറ്റവും ശ്രേഷ്ഠമായി കറക്റ്റായിട്ട് നിൽക്കുമല്ലോ. ഞങ്ങളുടെ മെൻ്റൽ വെൽബീയിങ് ഏറ്റവും നല്ലതായി പോകുമല്ലോ. ഞങ്ങളുടെ മിനിസ്ട്രീസും ഫ്ലറിഷ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുമല്ലോ. അതുകൊണ്ട് ഞാൻ കർത്താവേ നിന്നോട് പ്രാർത്ഥിക്കുക, ജീവിതത്തിൽ നീ തന്നിരിക്കുന്ന എല്ലാ റിലേഷൻഷിപ്സും, എല്ലാ പ്രഷ്യസ് ആയിട്ടുള്ള
ഞങ്ങളുടെ ആത്മീയ വിഷയങ്ങളും ഓരോ ദിവസം കഴിയും തോറും പുഷ്ടി പ്രാപിച്ചു വരുവാൻ ഇടയാക്കണം. പ്രാർത്ഥനയുടെ നാൾ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. സ്തോത്രം.